AI is developing at an unprecedented scale and speed and being adapted and deployed. മോദിയുടെ കോൺഫിഡൻസ് ലോകത്തെ തന്നെ ഞെട്ടിക്കുകയാണ്. ട്രൂഡോ ഉൾപ്പെടെയുള്ളവർ ആ പ്രസംഗം കേട്ട് അമ്പരന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഫ്രാൻസിൽ AI-യുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മോദി എത്തിയപ്പോൾ AI ആക്ഷൻ സബ്മിറ്റ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കസറുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കത്തിക്കയറുകയാണ്. ലോകം മുഴുവൻ അത് ഉറ്റുനോക്കുകയാണ്. സത്യത്തിൽ ലോക രാജ്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കാൻ തുടങ്ങിയത് 2014 ശേഷമാണ് എന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. മോദിയെ ഓരോ ലോക നേതാക്കളും സ്വീകരിക്കുന്ന രീതികൾ കാണുമ്പോൾ തന്നെ ഇന്ത്യക്ക് എന്തുമാത്രം പ്രാധാന്യമാണ് മറ്റ് രാജ്യങ്ങൾ നൽകുന്നത് എന്ന്. ഇപ്പോൾ ഫ്രാൻസിൽ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉള്ള നമ്മുടെ മുന്നേറ്റം എന്ന് പറയുന്നത് വളരെ ദരിദ്രമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നും ദരിദ്രമായിട്ടുള്ള സൈനികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുമൊക്കെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് സ്വാതന്ത്ര്യാനന്തര കാലം എന്ന് പറയും. നമ്മളുടെ ഘനവ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് അതെല്ലാം പതുക്കെ പതുക്കെ കെട്ടിപ്പടുത്ത് നമ്മൾ വളർന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ആണവശക്തിയായിട്ട് മാറി. പൊക്രാനിലെ ബുദ്ധൻ്റെ ചിരി എന്ന് പറയുന്ന ലോകത്തെ ഞെട്ടിച്ചതാണ്. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോഴും. നമ്മളൊരിക്കലും ഈ 2014 ഇന്ത്യ ഉണ്ടായത് എന്ന നിലക്ക് സംസാരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ 2014 ശേഷം ഇന്ത്യക്ക് വലിയ തരത്തിൽ ലോകരാഷ്ട്രങ്ങളിലേക്ക് അംഗീകാരമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ 47 ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള തുടർ പ്രക്രിയയിലൂടെ വളർന്ന് വികസിച്ച് വലുതായി ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകമായി മാറി. എന്നുവെച്ചാൽ നിർമ്മിത ബുദ്ധിയുടെ ലോകത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എത്തുന്ന സമയത്ത് നമുക്കതിനകത്ത് വലിയ പങ്കുവഹിക്കാനായിട്ട് കഴിയും. കാരണം ഇന്ന് ലോകം ഇന്ത്യയെ ശ്രദ്ധിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഈ മേഖലയിലേക്ക് കിട്ടാൻ കഴിയുള്ളതായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് നോക്കിയിട്ടാണ്. എന്നുവെച്ചാൽ നമുക്ക് അത്രമാത്രം ബൗദ്ധികമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾക്ക് അത്രമാത്രം എൻജിനീയർമാരുണ്ട്. ആ എൻജിനീയർമാരാണ് അമേരിക്കയിൽ പോയി പണിയെടുക്കുന്നത്, ജർമ്മനിയിൽ പോയി പണിയെടുക്കുന്നത്, ഫ്രാൻസിൽ പോയി പണിയെടുക്കുന്നത്, ബ്രിട്ടനിൽ പോയി പണിയെടുക്കുന്നത്, ഇറ്റലിയിൽ പണിയെടുക്കുന്നത് ഒക്കെ. നമ്മൾ പഴയ കാലത്താണെങ്കിൽ നമ്മൾക്ക് അതൊക്കെ ഒരു ബ്രെയിൻ ഡ്രോപ്പ് എന്ന നിലക്ക് നമ്മൾ കാണാം. നമ്മളുടെ മസ്തിഷ്ക ചോർച്ച എന്ന നിലക്ക് വിശകലനം ചെയ്തിരുന്ന അത് മാറി. ലോകത്തിൻ്റെ പുതിയ ഒരു മുഖം എന്ന് പറയുന്നത് അങ്ങനത്തേതല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ആഗോള ലോകമാണെന്ന് നമ്മൾ വിൽക്കാറും തന്നെ പ്രവർത്തിക്കുന്നതും നമ്മൾ മുന്നോട്ട് പോകുന്നതൊക്കെ ഒരു പ്രത്യേക മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അതായത് തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി എന്ന് പറയുന്നതാണ് ആഗോളവൽക്കരണ കാലത്തെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ പ്രഗത്ഭരായിട്ടുള്ള എൻജിനീയർമാർ, ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ അവരൊക്കെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് കയറുകയും ആ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സായിട്ട് മാറിത്തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അത്രമാത്രം വലിയ ഹ്യൂമൻ റിസോഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്ക് ഇന്ത്യയെ കാണുന്ന ഒരു കാഴ്ച ഇന്നത്തെ ലോകത്തിനുണ്ട്. മുൻപ് അതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന മോദിക്ക് അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ തോതിൽ അംഗീകാരവും ലഭിക്കുന്നുണ്ട്. ആ അംഗീകാരത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ കാണുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ ഉച്ചകോടിയാണ്. ഇവിടെ എങ്ങനെ അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പുതിയ ലോകനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്ന് അന്വേഷിക്കണം എന്ന് മോദി അവരോട് പ്രഖ്യാപിക്കുന്നു. അവരുടെ മുന്നിൽ പ്രസ്താവന നടത്തുന്നു. അവരെ അത് നയിക്കുന്നതിന് പ്രാപ്തമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് കോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു ലോകശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ഫ്രാൻസിലെ ഈ പരിപാടിക്ക് ശേഷം ട്രംപിനെ കാണാനായി മോദി എത്തുന്നു. വൻപൻ സർപ്രൈസുകളാണ് ട്രംപ് മോദിക്കായി ഒരുക്കിയിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഈ ലോകരാജ്യങ്ങളിടയിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു സ്ഥാനം എങ്ങനെയായിരിക്കും? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ളൊരു കാലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ബാലാരിഷ്ടതയുടെ ഒരു കാലമാണ്. അതിൽ നിന്ന് വളർന്ന് മറ്റ് രാഷ്ട്രങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു കരുത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. സൈനിക ശക്തിയുടെ കാര്യത്തിൽ ആണവശക്തി എന്നൊക്കെ ആണവായുധങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, മിസൈലുകൾ, ഇങ്ങനെ ഉള്ള കാഴ്ചകളിലൊക്കെ നമുക്കിപ്പോൾ ഒരു ഇക്വലൈസേഷൻ പവർ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ ലോകം. അത് തുറക്കുന്നത്
നമ്മളുടെ കൂടി മനുഷ്യാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് ലോകത്തെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. കാരണം അമേരിക്കയുടെ തന്നെ ഇത്തരത്തിലുള്ള മേഖലകൾ ഒക്കെ പ്രവർത്തിക്കുന്നതിൽ വലിയ തോതിൽ ഇന്ത്യൻ സ്വാധീനമുണ്ട്. ഇന്ത്യൻ സ്വാധീനം എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് വലിയ തോതിൽ അമേരിക്കയ്ക്ക് സേവനമായി മാറി തീർന്നിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ട്രംപ് എല്ലാ ആളുകളെയും അവിടെ നിന്ന് ഓടിക്കാൻ തീരുമാനിച്ചാൽ പോലും ഒരിക്കലും ഈ ഹ്യൂമൻ റിസോഴ്സ് ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാവും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പോൾ അത്രമാത്രം ഇന്ത്യക്ക് ആവശ്യമാണ്, അമേരിക്കയ്ക്ക് ആവശ്യമാണ്, ഫ്രാൻസിന് ആവശ്യമാണ്, ജർമ്മനിക്ക് ആവശ്യമാണ്, എല്ലാ സ്ഥലത്തും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ അവരുടെ ഇടയിലേക്ക് പോകുന്നു, അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. അതിനോടൊപ്പം നമുക്ക് നമ്മളുടേതായിട്ടുള്ള നേട്ടങ്ങൾ, നമ്മളുടെ ഒരു ആധികാരികത വ്യക്തമായി കൊടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പല മേഖലകളിൽ ഇപ്പോൾ AI പോലുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ഈ സൈനിക പ്രതിരോധ മേഖലകളിൽ സാമ്പത്തിക വാണിജ്യ എല്ലാ മേഖലയിലും ഇന്ത്യ കുതിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും പല ആക്ഷേപങ്ങളും നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നത്, ഇദ്ദേഹം എന്തിനാണ് ലോകം ചുറ്റുന്നത്, എന്തിനാണ് ലോകരാജ്യങ്ങളിൽ അടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രധാനമന്ത്രി, ടൂറ് പോകുന്ന ഒരു പ്രധാനമന്ത്രി എന്നൊക്കെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം മോദിക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ വരും കാലഘട്ടത്തിൽ ഞാൻ എന്തിനാണ് വിദേശത്ത് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് BJP സർക്കാർ അല്ലെങ്കിൽ മോദി തിരിച്ച് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയിൽ സമാധാന ചർച്ചയ്ക്കായി വിളിച്ചത് മോദിയാണ്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രശ്നം വന്നപ്പോഴും ഒക്കെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കൂട്ടി നിർത്തി. ഇപ്പോൾ ലോകത്തെ വൻ ശക്തികൾ എന്ന് പറയുമ്പോൾ അമേരിക്ക, ചൈന, റഷ്യ, കൂട്ടത്തിൽ ഇന്ത്യയും കൂടി വരുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനു മുൻപ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നു? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ പടിയായി ഇങ്ങനെ ഉയർന്നു വരികയാണ്. കാരണം നമ്മൾ ബ്രിട്ടൻ്റെ അടിമരാജ്യമായിരുന്നു. അവിടെ നിന്നാണ് സ്വാതന്ത്ര്യം നേടി നമ്മൾ ഇങ്ങനെ പിടിച്ചു കയറി. ഇപ്പോൾ നമ്മൾ ബ്രിട്ടനേക്കാൾ മുകളിൽ ആണോ എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും അങ്ങനെയാണ് എന്ന് പറയും. അങ്ങനെയാണെന്ന് പറയുന്നത് എല്ലാ മേഖലയും പരിശോധിച്ചിട്ടല്ല. ചില മേഖലകളിലെല്ലാം വലിയ മുന്നേറ്റം നടത്താനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യം എന്ന നിലയിലേക്ക് നമ്മൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോഴും അറിയാം, വീറ്റോ പവർ എന്ന് പറയുന്നത് ഇന്ത്യക്കില്ല. എത്രമാത്രം നമ്മൾ പരിശ്രമിച്ചാലും അതിലേക്ക് നമ്മളെ കയറ്റുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയം തന്നെയാണ്. കാരണം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്തരം കാര്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് താഴെ തന്നെയാണ്. നമുക്കൊരു സ്ഥിരാംഗത്വം പോലും നൽകാൻ ഇതുവരെയായിട്ടും അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ അതൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഈ വർഷങ്ങളിൽ നടക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പകരമായിട്ട് ഉലകം ചുറ്റും വാലിബാൻ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം പുതിയ ലോകത്ത് എല്ലാ സ്ഥലത്തും കറങ്ങി നടക്കേണ്ടത് ആവശ്യമായിട്ട് വരും. കാരണം എങ്കിലേ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ അവർക്കൊപ്പം നിർത്തി. പക്ഷേ ഇതൊരു വലിയ വീഴ്ചയാണ്. നമ്മൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ സ്ഥിരാംഗമല്ല നമ്മൾ. ശരി, നമുക്കതിലൊന്നും ഒരു വോയിസും ഇല്ല എന്നുള്ളതാണ്. വീറ്റോ പവറുള്ള ഒരു രാഷ്ട്രമല്ല ഇന്ത്യ. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോഴും ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മറ്റ് മേഖലകൾ രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് പല കാര്യങ്ങളിൽ ഇടപെടാനായിട്ടും സംസാരിക്കാനായിട്ടും കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനും നമ്മുടെ ജിയോ പൊളിറ്റിക്സിലുണ്ടായിരിക്കുന്ന മാറ്റം തന്നെയാണ് പ്രധാനപ്പെട്ടത്. കാരണം ലോകം ഭരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഏകാധിപതികളാണ്. അതായത് പുടിൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതി, മറ്റ് ചൈനയിൽ അയാളുടെ പേരിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ചൈന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വളരെ ശക്തമായിട്ടുള്ളൊരു ഏകാധിപത്യ രാഷ്ട്രമാണ്. അപ്പോൾ അവരാണ് ഭരിക്കുന്നത്. അവിടെയൊക്കെ ഒറ്റ വ്യക്തി എന്നുള്ളതിനേക്കാൾ ഉപരി അവരൊരൊറ്റ കല്ല് പോലെ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചൈന എന്ന് പറഞ്ഞാൽ മാത്രം മതി, പേര് പറയേണ്ട കാര്യമില്ലാത്തതാണ്. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്, നമ്മൾ ട്രംപ്, അമേരിക്ക നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ട്രംപാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇങ്ങനെ ഏകാധിപതികൾ ഒരുമിച്ച് ചേരുന്ന ഒരു ലോകത്ത് നമ്മളുടെ ഒരു ഏകാധിപതി എന്ന നിലക്ക് ട്രംപിനോടൊപ്പം നിൽക്കാനായിട്ട് മോദിക്കും കഴിയുന്നുണ്ട് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളുടെ പരസ്പരമുള്ളതായിട്ടുള്ള ചർച്ചകളിലും അതുപോലെ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ഇന്ത്യയുടെ പങ്കുറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ ലോക രാഷ്ട്രീയം എന്ന് പറയുന്ന ഇതാണ്. ബൈപ്പോളാർ പൊളിറ്റിക്സൊക്കെ അസ്തമിച്ചതിന് ശേഷം വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം. ആ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പങ്ക് നിർവഹിക്കാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് ഇപ്പോൾ ഫ്രാൻസിൽ നമ്മൾ കാണുന്ന ഈ നിർമ്മിത ബുദ്ധിയുടെ ഉച്ചകോടി എന്ന് പറയുന്നത്. കാരണം ഇന്ന് ഈ ലോകം മിക്കവാറും തന്നെ
ഭരിക്കപ്പെടാൻ പോകുന്നത് ഈ ഒരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സംവിധാനത്തിൽ നമ്മൾ ഒരിക്കലും താഴെ പോകില്ല എന്നതിന് നമുക്ക് കരുതാം. പക്ഷേ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമായിട്ടൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. നമുക്കിപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ റോഡുകളുമായിട്ട് നമ്മുടെ റോഡുകൾ താരതമ്യം ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചൈനയെ പുകഴ്ത്തുകയാണെന്ന് കരുതിയിട്ട് കാര്യമില്ല. ചൈനയിലായാലും അമേരിക്കയിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ റോഡുകളിൽ ഒരു കടലാസ് പോലും കിടക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അത്ര വലിയ ക്ലെൻലിനെസ് അവർ കാണിക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ അത് എന്ന് അങ്ങനെ ആക്കി തീർക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഒരുപാട് കാലം ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നേറ്റം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച തലത്തിലേക്ക്. ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിനിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഈ ചൈനയെ പുകഴ്ത്തുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇവിടെ നാട്ടിൽ സാധാരണ ട്രെയിൻ ഓടുന്നവരെ അത്രയും ട്രെയിനുകളാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ചൈനയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അവർക്ക് പറ്റുന്നത് അവരുടെ പ്രത്യേക തരത്തിലുള്ള ചില രാഷ്ട്രീയങ്ങളുണ്ടാണ്. നമുക്കും അതൊക്കെ പറ്റേണ്ടതാണ്. നമ്മളും അത് രീതിയിൽ ആയിത്തീരേണ്ടതാണ്. അമേരിക്ക എന്ന് പറയുന്നത് അത് വളരെ നേരത്തെ തന്നെ ഈ പറയുന്നവരെ വലിയ സമ്പന്നതയുടെയും അതേപോലെ തന്നെ സാങ്കേതിക വികാസത്തിൻ്റെയൊക്കെ മേഖലയായിട്ട് മാറിയിട്ടുള്ളതാണ്. ഇവരുടെയൊക്കെ ഒരു പ്രതീകം മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കതിനൊപ്പം എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്. നമ്മൾ വളരുകയാണ്, മുന്നേറുകയാണ്. ആ കാര്യത്തിൽ തർക്കം വിചാരിക്കേണ്ടതില്ല.